ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. 2 ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ കുട്ടികളെ കാട്ടി മടിയാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കാൻ. എന്നാലും മടിച്ചു കിടന്നാലും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോരാണ് ഇന്ന് കൊടുത്തു വിടുന്നത്, അതുകൊണ്ട് അതിന് കടുക് വറുത്തൊഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കാപ്പിക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി അങ്ങ് അടുപ്പിലോട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ധൃതിയിൽ ഓരോരോ ജോലികളായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത് മുസമ്മിൽ കിടപ്പുണ്ട്. അപ്പോൾ അവനുള്ളപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. മുഫീദിൻ്റെ അടുത്താണെങ്കിൽ മിണ്ടാതിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടത്താം. പക്ഷേ ഇവൻ്റെ അടുത്ത് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ആ പ്രായമാണല്ലോ. അങ്ങനെ മുഫീദിനുള്ള ലഞ്ച് ഒരുവിധം എല്ലാം റെഡിയായി കേട്ടോ. ബോട്ടിലിൽ വെള്ളവും എല്ലാം നിറച്ച് വെച്ചു, പപ്പടം പൊരിച്ചു, പിന്നെ പൊട്ടറ്റോ ആണ് കേട്ടോ വറുത്ത് വെച്ചേക്കുന്നത്. അതും എല്ലാം സെറ്റ് ചെയ്ത് ചോറും എല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് ഇക്ക വന്ന് പറയുന്നത് അവനിക്ക് ചെറിയ ചൂടുണ്ടെന്ന്. രാത്രിയെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, മൂക്കടപ്പൊക്കെ. പിന്നെ മരുന്നൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തിയതാണ്. പിന്നെ പനിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വിടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി. മുസമ്മിൽ പിന്നെ എഴുന്നേറ്റ പാടെ ഇറായത്തെ കട്ടിലിൽ കുറച്ച് നേരം വിരലുറിഞ്ചിക്കൊണ്ട് കിടക്കും. ഒരു കയ്യിൽ എൻ്റെ ഷാളും പിടിച്ചിട്ടുണ്ടായിരിക്കും. അതവൻ്റെ ഒരു ശീലമാണ് കേട്ടോ, വിരലുറിഞ്ചുമ്പോൾ എൻ്റെ ഷാളും കൂടി പിടിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ശീലങ്ങളല്ലേ. പിന്നെ മുഫീദിന് ഫുഡൊക്കെ കൊടുത്തു, ഇച്ചിരി ബുദ്ധിമുട്ടി. പിന്നെ മരുന്നുമൊക്കെ കൊടുത്തു. ഇക്കൊക്കെ മരുന്ന് കുടിക്കുന്നതിൻ്റെ ആ ഒരു കളിയാക്കലാണ് കേട്ടോ മുസമ്മിലിൻ്റെ മുഖത്ത്. താങ്ക്